എന്താ ജാസിക്കുട്ടൻ ഇത് ഞാൻ കണ്ടിരുന്നു. രണ്ടു ദിവസം കളിക്കും പിന്നെ അവന് വയ്യാണ്ടാവും. എന്താ ഇത് ഓനെ കാണാൻ അതിനിത് എന്നും ഇങ്ങനെ ഡെയിലി ഇങ്ങനെ മറ്റേ മരുന്ന് പോലെ കളിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ മണിക്കളിയല്ല, ഇത് ഫുട്ബോളാണ്. അപ്പൊ പരിക്ക് പറ്റും. ഞാനും അതേമാതിരി പരിക്ക് പറ്റിയ ഒരു പ്ലെയറാണ്. അപ്പോ ഈ ഫുട്ബോളിന്റെ ഒരു ആയുധം എന്താണെന്ന് അറിയോ? നമ്മളെ ശരീരമാണ്. ഇപ്പോ ഒരു കാർപ്പന്ററിന്, അതായത് ആശാരിക്ക് ആയുധം ഉളിയാണ്. അതേമാതിരി നമ്മളെ ആയുധം, ഒരു ഫുട്ബോളറിന്റെ ആയുധം പറഞ്ഞു കഴിഞ്ഞാൽ അവനാന്റെ ശരീരമാണ്. അപ്പൊ അതിന് പരിക്ക് പറ്റി കഴിഞ്ഞാല് കളിക്കാൻ പറ്റില്ല. ഇനിജി ഇങ്ങനെ ഈ മറ്റേ കളിയുടെ മാതിരി അതല്ലത്. ദിസ് ഈസ് ഫുട്ബോൾ ബ്രോ. ഇഞ്ചുറി പറ്റി കുറെ കഴിവുള്ള പ്ലേയേഴ്സ് ഒന്നും ആയിട്ട് പോയിട്ടുണ്ട്. കുറെ ഉന്നതകളിൽ എത്തുന്നു പറഞ്ഞ കുറെ പ്ലേയേഴ്സും ഈ ഒരു ഇഞ്ചറിന്റെ പേരിൽ ഒന്നും എത്താതായി പോയിട്ടുണ്ട്. അപ്പോ ജാസി, എനിക്ക് എന്റെ വീഡിയോ ഒക്കെ നമ്മൾ ഫ്രണ്ട്സ് ആണ് കേട്ടോ. ഫ്രണ്ട്സ് പറഞ്ഞാൽ ഞങ്ങൾ ഓരോ പരിപാടിക്കൊക്കെ പോയിട്ട് ബന്ധങ്ങളുണ്ട്. അങ്ങനത്തെ ബന്ധമല്ല, സോറി, അങ്ങനത്തെ ബന്ധമല്ല കേട്ടോ. അതായത് നമ്മളിപ്പോ ഫ്രണ്ട് ഉണ്ടാവുമല്ലോ, അതായത് ജാസിയാണ്. നമ്മളിപ്പോ എന്തെങ്കിലും അവാർഡ് ഫംഗ്ഷൻ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ ജാസിയാണ്, ജാസി കാണാറുണ്ട്. അങ്ങനത്തെ ഒരു ബന്ധം. പിന്നെ നമ്മള് സൂപ്പർ പ്ലാൻസ് ആയി റൂമൊക്കെ കൊടുക്കാറുണ്ട് അവർക്ക്. അങ്ങനത്തെ ഒരു ബന്ധമുണ്ട്. എനിക്ക് ബന്ധമുണ്ട് കേട്ടോ. നമ്മൾ അങ്ങനത്തെ ഫ്രണ്ട്സ് ആണ്. എന്നാലും ഞാൻ പറയണ ജാസി, ഒന്നും വിചാരിക്കല്ലേ. ഇതെന്താ വെച്ചാൽ മറ്റേ കളിയല്ല ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഇഞ്ചുറിയാണ്. പ്ലേയേഴ്സിന് ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ ഇതാവും. പിന്നെ എന്താ വെച്ചാൽ ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു ടീം വർക്കാണ്. ഒരാളെ കഴിവുണ്ടോയോണ്ട് കളിക്ക് നേട്ടങ്ങൾ ഉണ്ടാവും, അല്ലാതെ ജയിക്കൂല. ടീം വർക്കാണ്, മനസ്സിലായോ? അപ്പൊ എനിക്ക് ആശിന്റെ ചെറിയ ഇഷ്ടായി ഇതൊക്കെ കേട്ടിട്ടേ. നാളെ പൊങ്കാലക്ക് വരാന്ന് എനിക്ക് അറിയില്ലല്ലോ. എന്തായാലും നന്നായിണ്ട് ആശി. എന്താ വേറെ ഞാൻ ബ്രസീൽ ടീമാണ് മക്കളെ. പക്ഷെ എനിക്ക് വിഷമം കൊണ്ട് ഞാൻ പറയാണ്, നമ്മളെ ബ്രസീൽ പോയി. ഓക്കെ എടി മണ്ടത്തിയേ, ഇത് ഷട്ടിൽ കളിയല്ല ഒരാള് മാത്രം കളിച്ചിട്ട് ജയിക്കാന്. ഓനില്ലെങ്കിൽ വേറെ പ്ലേയേഴ്സിനെ ഇറക്കുമല്ലോ. ഇതൊക്കെ എന്താ ഫോട്ടോ ആയിട്ട് വരുന്നത്? ഇതെന്താ ഇതൊക്കെ അതിന്റെ ലിങ്കുമ്മ തൊട്ടാ മതിയോ? എടാ ലിങ്കുമ്മ തൊട്ടാ മതിയോ? ലിങ്കുമ്മ തൊട്ടാലും വരുന്നില്ല. എന്തൊക്കെ പോണ് നോക്കാനാണ്. മറ്റേത് ഇതെന്താ ഇതിന്റെ സൗണ്ട് എങ്ങനെ കൂട്ടുക? പ്രതീക്ഷിച്ചിട്ട് മെസ്സിന്റെയും റൊണാൾഡോയും ജയിച്ചിട്ട് വന്നിട്ട് കിളിച്ച് കാട്ടി എന്ന് വെച്ചിട്ട് മലയാളികൾ വ്യൂട്ടല്ല. കാരണം അറിയോ, ആ വീഡിയോസ് നിങ്ങൾ കാണാൻ വരുന്ന അത് കാണുന്ന വെച്ചിരുന്ന വ്യൂവേഴ്സാണ്. സുഹൃത്തുക്കളെ, മീഡിയ വണ്ണിൽ ഇരുന്നിട്ട് നൂറ അയ്യൂബ് പറയാണ് കേരളത്തിലെ പ്രേക്ഷകർ ഫുട്ബോൾ വ്ളോഗേഴ്സ് ആയിട്ടുള്ള ലേഡീസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ആരാ പറയുന്നത്? നൂറ അവിടെ ഇരിക്കാൻ തന്നെ കാരണം നമ്മൾ മലയാളികളായിട്ടുള്ള ഫുട്ബോൾ പ്രേമികൾ മാത്രമാണ്. ഈ ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. ഒരിക്കലും നിങ്ങൾ ഈ പെണ്ണുങ്ങൾ പറയരുത് ഈ ആണുങ്ങൾ ഫുട്ബോളിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, പെണ്ണുങ്ങൾ കളിക്കണത് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയരുത്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും പറയരുത്. ഒരുപാട് പെണ്ണുങ്ങൾ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലൊരു ആണിന്റെ ഒരു ഇതും കൂടി ഉണ്ടാവും. ആണുങ്ങളെ ഒരു ഇതും കൂടി ഉണ്ടാവും. ഈ ഫുട്ബോളൊക്കെ ഇപ്പൊ ഈ നിങ്ങളെ വീഡിയോക്കൊക്കെ ഈ ഫുട്ബോളിന്റെ കണ്ടന്റ്സിന്റെ ഒക്കെ വീഡിയോസിനൊക്കെ ലൈക്കൊക്കെ കിട്ടുന്നത് ഈ ആണുങ്ങളെ കാര്യം അധികം, അല്ലാതെ പെണ്ണുങ്ങളേക്കൊന്നും അധികം പോകില്ല. അപ്പൊ ഇവലൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്, ആണുങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ നൂറ. എനിക്ക് ഇയാളെ പെണ്ണിനെ മനസ്സിലായില്ല, മനസ്സിലായില്ല. മൂപ്പരെ അറിയാട്ടോ, മൈഗെയിമിന് അറിയാം. ഫ്രീ സ്റ്റൈൽ ചെയ്യണാവും. അപ്പൊ എന്തായാലും അത് ഓലെന്തോ ഇതിന് പറഞ്ഞാവും. ഇനിയിപ്പോ എന്നോട് ദേഷ്യം ഒന്നും വെക്കണ്ട. ഞാൻ എന്റെ ഒരു കാര്യം പറഞ്ഞ ഹാദിയ വിദേശത്ത് പോലും പോയിട്ട് ഫ്രീ സ്റ്റൈൽ ചെയ്യുന്നുണ്ടെങ്കിൽ മലയാളി ഫുട്ബോൾ പ്രേമികളെ കൊണ്ട് മാത്രമാണ്. അപ്പൊ വിഷയമൊന്നുമില്ല. അതിനുള്ള കൃത്യമായ മറുപടി എന്താ വെച്ചാൽ, സൂപ്പർ വാവ് പറഞ്ഞ പോലെ തന്നെ അയലും ഇടുന്ന സാധനങ്ങൾ എടുത്തിട്ട് വീഡിയോ ചെയ്യുന്ന ആളുകളില്ല. ഒരു ഫുട്ബോൾ വ്ളോഗേഴ്സ് ആയിട്ട് വരുമ്പോൾ മലയാളികൾ പൂക്കും. പ്രത്യേകിച്ച് കാതലില്ലാത്ത കണ്ടന്റ് ആയിട്ട് വരുന്ന ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും കാതൽ വേണം. ഇനി പറയാനുള്ള കാര്യം എന്താ വെച്ചാല്, അതേ ഞാനും അന്ന് പറഞ്ഞിട്ടുള്ളൂ, കാതൽ വേണം. ഇത് കാതലൊന്നുമില്ലാതെ ഫേക്ക് ആയിട്ട് ഇങ്ങനെ കാതിച്ചിട്ട് കാര്യമില്ല. ഉമ്മറും പിന്നാമ്പറും ഒക്കെ കാണിച്ചിട്ട് വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് വ്യൂ കിട്ടാറുണ്ടാവും. അതേ വ്യൂ പ്രതീക്ഷിച്ചിട്ട് മെസ്സിന്റെയും റൊണാൾഡോയും ജയിച്ചിട്ട് വന്നിട്ട് കിളിച്ച് കാട്ടി എന്ന് വെച്ചിട്ട് മലയാളികൾ വ്യൂട്ടല്ല. കാരണം എന്താ പറയുക, ആ വീഡിയോസ് നിങ്ങൾ കാണാൻ വരുന്ന അത് കാണുന്ന വെച്ചിരുന്ന വ്യൂവേഴ്സാണ്. മെസ്സിന്റെയും റൊണാൾഡോനെയും ജെയ്സി കാണാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകൾ ഒരു ഫുട്ബോൾ പ്രേമികളായിട്ടുള്ള വ്യൂവേഴ്സാണ്.
അപ്പോൾ ഓൾക്ക് കാതലായിട്ടുള്ള കണ്ടന്റ് ഇല്ലെങ്കിൽ ഓല് നോക്കും. അതിന് ഇനി ആരൊക്കെ എന്റെ ചെക്കൻ ബാക്കിൽ അലിൻ ജോസ് എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ജെൻസി ലേഡീസിന് വ്യത്യാസമില്ല. സോ നല്ല കണ്ടന്റ് ആണെങ്കിൽ മലയാളികൾ നൂറയെ സപ്പോർട്ട് ചെയ്തതുപോലെ അല്ലെങ്കിൽ ഹാദിയനെ സപ്പോർട്ട് ചെയ്തതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. കോച്ചസിനെ അതുപോലെ തന്നെ ജുഷ്ന പോലെയുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിനൊന്നും മലയാളികളെ എതിർക്കുന്നില്ലല്ലോ, അവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ. അപ്പോൾ ആ സപ്പോർട്ട് മറന്നുകൊണ്ട് കോമാളിത്തരം ചെയ്യുന്ന ആളുകളെ നിങ്ങളും സപ്പോർട്ട് ചെയ്ത് അങ്ങനെ തന്നെ പറയാനുള്ളൂ. കേരളത്തിൽ നന്നായിട്ട് കണ്ടന്റോട് കൂടി ഫുട്ബോൾ വ്ലോഗ് ചെയ്യുന്ന എത്ര ലേഡീസിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും? ഒന്ന് കാണിച്ചു തരും. ഞാൻ ആ കാര്യം വിട്ടുക്കണ്. നമ്മൾ പറയണ പെണ്ണുങ്ങൾക്ക് ദഹിക്കൂല. പെണ്ണുങ്ങൾക്ക് ദഹിക്കായല്ല, നമ്മൾ പറയണ എന്താന്ന് ഡീറ്റെയിൽക്ക് മനസ്സിലാവൂല. അതാണ് പ്രശ്നം. ഒന്നും മനസ്സിലാവാതെ വെറുതെ അങ്ങോട്ട് വളച്ചൊടിച്ചും കണ്ട് ഓരോന്ന് വരും, കുറ്റിയും മറിച്ചും കണ്ട്. ആഷിപ്പോ ഇതെന്താ പാച്ചുവിന്റെ എന്താ നിക്കുന്നു പാച്ചു നിക്കുന്നു. ഉള്ള പോലെ പറയാലോ, ഇത് അർജന്റീന ജയിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മെസ്സിനെ ഹെയ്റ്റുകൊണ്ടോ. ഞാനൊരു മെസ്സി ഹെയ്റ്ററല്ല, ഒരു അർജന്റീന ഹെയ്റ്ററല്ല. ഞാൻ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന സപ്പോർട്ട് ചെയ്ത ആളെങ്കിൽ ഞാൻ പറയാണ് 2026 വേൾഡ് കപ്പിന്റെ ക്രെഡിബിലിറ്റി പോയി, ട്രസ്റ്റ് പോയി, ഒക്കെ പോയി. ഇത് സത്യം ഒരുമാതിരി വൺ സൈഡ് ഗെയിം. ഉള്ള പോലെ പറയാലോ, കളിച്ച് കഷ്ടപ്പെട്ട് ഗോൾ അടിച്ചാൽ ഗോളില്ല, ഓഫ് സൈഡ് ചെക്ക് ചെയ്തിട്ട് ഓഫ് സൈഡ് ചെക്ക് ചെയ്യുന്നില്ല, വാറ് ചെക്ക് ചെയ്തിട്ട് വാറ് ചെക്ക് ചെയ്യുന്നില്ല. എന്തോന്നാണ് ഇത്? കാർഡ് കൊടുക്കുന്നിടത്ത് കാർഡ് കൊടുക്കുന്നില്ല, കൊടുക്കാത്ത കാർഡ് കൊടുത്ത കൊടുക്കും. എന്തൊരു ഒരുമാതിരി ഉള്ള പറയാൻ ഊള വേൾഡ് കപ്പ്. അതുപോലെ തന്നെ ഇത് തെണ്ടിത്തരം തന്നെ പറയാം. പല ടീമും ഇങ്ങനെ തോറ്റി പുറത്തായിട്ടുണ്ട്. ഉള്ള പറയാം വൺ സൈഡ് കളിച്ചിട്ട് US-ന് റെഡ് കാർഡ് കിട്ടിയ ഒരു പ്ലെയർക്ക്, ആ പ്ലെയർ റെഡ് കാർഡ് റിവോക്ക് ചെയ്തു. കാരണം എന്താ? ട്രംപ് വിളിച്ചു പറഞ്ഞു. എന്തോന്ന് ഫുട്ബോളാണ് ഇത്. മതി, ഞാനൊന്നും പറയുന്നില്ല. എനിവേസ്, അർജന്റീന വെൽ പ്ലെയർ, നല്ല അടിപൊളി കംബാക്ക്. ഈജിപ്തും അടിപൊളി കളിച്ചു. ദാറ്റ്സ് ഓൾ. ബാക്കി യു നോ ഫുട്ബോൾ. ശരിയാടാ, നമ്മളെ അർജന്റീന ചെറിയൊരു അൽമദീന ചെർപ്പളശ്ശേരിയാണ്. കാരണം എന്താ വെച്ചാല് ഈ കമ്മിറ്റിക്കാരെ, ഈ അഖിലേന്ത്യാ സെവൻസിൽ ഒരു സംഭവം ഉണ്ട്, ഈ കമ്മിറ്റി കളിയുണ്ട്. അതായത് നല്ല നല്ല പേരുള്ള ടീമുകൾ ഉണ്ടാവുമല്ലോ, അതായത് അൽമദീന ചെർപ്പളശ്ശേരി, ഫിഫ മഞ്ചേരി, അങ്ങനത്തെ ഓരോ ടീമുകളുണ്ടല്ലോ. അപ്പൊ ഇവരൊക്കെ ഫൈനൽക്ക് വേണം. കാരണം ഇങ്ങനത്തെ വലിയ വലിയ ടീമുകളുടെ കളി ഉണ്ടായാലേ ഉള്ളൂ ഈ കളിക്ക് ആൾക്കാർ വന്നിട്ട് ടിക്കറ്റ് വിറ്റ് പോവുള്ളൂ. അപ്പൊ അതിനും വേണ്ടിയിട്ട് കമ്മിറ്റി കളി കളിച്ചുകാണ്ട് ഈ അൽമദീന ചെർപ്പളശ്ശേരിനെയും ഫിഫ മഞ്ചേരി അങ്ങനത്തെ വലിയ വലിയ ടീമുകളുണ്ടല്ലോ, എങ്ങനെയും തട്ടിമുട്ടിക്കാണ്ട് സെമി ഫൈനലിലേക്കൊക്കെ എത്തും. അങ്ങനെ ടിക്കറ്റ് ഉണ്ടാക്കും. അങ്ങനത്തെ ഒരു സമ്പ്രദായം നമ്മളെ അഖിലേന്ത്യാ സെവൻസിലുണ്ട്. അതായിട്ട് കണ്ടാൽ മതി. എന്തായാലും ഇനിയിപ്പോ അവിടെ ഡിസ്കോർഡാ ഇത് ഞാനും കണ്ടു. അലിൻ ജോസിന്റെ ഒപ്പം നടക്കുന്ന പമ്പല്ലേ, പമ്പന്റെ ഭർത്താവാണ് തോന്നുന്നു ഈ അർജന്റീന ടീഷർട്ട് ഇട്ട മൂപ്പര്. ഒരു രണ്ടാളും പാടെ മറ്റേ വിഷ്ണു കൊച്ചിക്കാരനെ തല്ലേ എന്തേലും തണ്ടിത്തരം പറഞ്ഞിട്ടാവും. ഈ വിഷ്ണു കൊച്ചിക്കാരന് ഭയങ്കര ജാടയാണ് കേട്ടോ. എനിക്ക് എന്റെ ഒരു പേഴ്സണൽ കാര്യം പറയാണ്. കാരണം എന്താ വെച്ചാല് ഞാനൊന്ന് അലിൻ ജോസിനെ കിട്ടാൻ വേണ്ടിട്ട് ഫസ്റ്റ് ഇട്ടോ, ഇപ്പൊ ആളെ നമ്പറൊക്കെ ഉണ്ട്, കുറെ നമ്മൾ ട്രൈ ചെയ്തു. അപ്പൊ ഇയാളെ ഒരുമാതിരി ജാടത്തും കണ്ട് നമുക്കൊന്ന് തന്നാ പോരെ. പമ്പ വാറ് അലി ജോസ് എങ്ങനെയാ അറിയോ, 1.5 കിലോമീറ്റർ മാറി നിട്ട വർത്താനം പറ. നീ അവിടേക്കാരെ അടി അടക്കണേ, പേടിയാണ്. എനിക്കും അങ്ങനെ തന്നെ ഉണ്ടോ. എനിക്ക് എന്താ വെച്ചാൽ ഈ വഴക്കും ഇതൊക്കെ എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യം പറഞ്ഞാൽ എങ്ങനെയാന്ന് അറിയാം. ഇപ്പൊ ഓനെ കുത്താൻ എനിക്കും പറ്റും. ഇപ്പോ ഇന്നൊരുത്തൻ കുത്താൻ വന്നു കഴിഞ്ഞാൽ ഓനെ എനിക്കും തല്ലാനൊക്കെ വയ്ക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള കുറെ സംഭവങ്ങളുണ്ട്. നമുക്കൊരു സ്ഥലത്തേക്ക് നല്ല പോലെ പോകാൻ പറ്റായി, പിന്നെ അവിടെ കേസ് ഇവിടെ കേസ് അത് ഇത് അതിന്റെ ഒക്കെ ചൊറകളുണ്ട്. അപ്പോ ഈ തല്ലുണ്ടാക്കുമ്പോ നമ്മൾ അതും കൂടി ഒന്ന് ചിന്തിക്കണം. ഇതൊന്നും ചിലപ്പോ ആ ടൈമിൽ വന്നോളന്നില്ല, എന്നാലും പറയാ. ഈ തല്ലുണ്ടാക്കുമ്പോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ അപ്പത്തെ ഒരു ദേഷ്യത്തിലാണ് ചെയ്യും. പിന്നെ അതിന്റെ ഇതിൽ ഓന്റെ കണ്ണും പോയാലോ അല്ലെങ്കിൽ ഓന്റെ മൂക്ക് പോയാൽ അതിന്റെ പിന്നാലെ അതിന്റെ കേസ്. പിന്നെ പോരാത്തതിന് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇറങ്ങി നടക്കുമ്പോ അവിടുന്ന് ഇവലെ ടീം വന്ന് കുത്തുക, എവിടേക്കും പോകാൻ പറ്റാതാവുക, അങ്ങനത്തെ ഒക്കെ ഒരു ബാഡ് സൈഡ് ഉണ്ട് ഈ അടി ഉണ്ടാക്കലില്. അല്ലാന്നുണ്ടെങ്കിൽ ആ അടി അപ്പൊ കഴിയുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പോയി ഇവിടെ തല്ലിക്കൊല്ലി കയറും. ഹിന്ദിക്കാരൻ റൈഡിക്കാരായിട്ട് ഇത് അതെ. വാവയ്ക്ക് AJP-ന് എന്തിനാ അങ്ങനെടാ. ആ മുത്തൊരു പൊളിയാണ് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര രസാടാ അവന്റെ ഒപ്പം.
കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര രസാ. നേരം പോണേ അറിയില്ല. എസ്കേപ്പ് അല്ല അടിക്കണ്ട്. ഓക്കേ. ഇതേതാ പുതിയ നടിയേതാ? ഇതേതാ? മറ്റേ പമ്പനൊക്കെ ഒഴിവാക്കി. പമ്പി മറ്റേ വേറെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ വെടിയല്ല പോയത്. എടാ വെടിയല്ല പോയത്. തോക്കുന്ന് വെടിയല്ല പോയത്. ആ വെടിയല്ല. ആ മറ്റേ കുരിശുമെന്ന് ശക്തി പോയതാ. ഏതാ എഡിറ്ററാ ഓലോന്റെ? എന്താണ് പ്രശ്നം? ഈ ചങ്ങായിണ്ടേ, ആറാട്ടെണ്ണണ്ടേ. അതാണ് ഇവിടുത്തെ പ്രശ്നം. അവിഹിതമോ? അവിഹിതം ഞാൻ ഓർക്കത്തില്ല. അവിഹിതത്തിന്റെ മെയിൻ മൂത്താപ്പയാണ് ഈ പറയണേ. ഏ എന്താണ് കുട്ടിയോ? അവിഹിതം ഞാൻ ഓർക്കത്തില്ല. മുറ്റത്തെ അതെ AJPനോട് ക്രഷ് ഉണ്ട് എനിക്ക്. ഒരിക്കലും ഒരു പ്രശ്നമില്ല. എനിക്ക് AJPനോട് ക്രഷാ. ഞാൻ ഉള്ളത് പറയല്ലോ. എനിക്കൊരു ചെങ്ങായിനോട് ക്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ആണിനോട് ക്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ AJPനോട് മാത്രം. താഴേക്ക് ഇറങ്ങി വാ. കടമുറ്റത്ത് കത്തിനാരാണെന്ന് നോക്കില്ല ഞാൻ. മര്യാദക്ക് സംസാരിച്ചാൽ കത്തിനാർത്തിക്കൊള്ളാം. ഇല്ലെങ്കിലോ? അല്ലെന്നുണ്ടെങ്കിലോ എന്റെ കണ്ണുകൾ നിങ്ങൾ കാണും. ഇറങ്ങി വാ ഇവിടെ. എന്താ മാഷോ? ഇറങ്ങി വന്നിരിക്കും ഞാൻ. ഇറങ്ങി വാടിയതായേ. ഇല്ലെങ്കിലോ? വരുത്താൻ എനിക്കറിയാം. കരണ്ടൊക്കെ പോണ്ടേ കുരിശുമെന്ന്. എത്ര പെട്ടെന്ന് ഇറങ്ങി വന്നോ? ഗന്ധർവാ, ഇവൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഞാൻ തളച്ചിട്ട് വരാം. ആ ശരി. ഗന്ധർവനെ നോക്കാ. ഗന്ധർവൻ എവിടക്ക കൊണ്ടോണ്? എവിടെ പിടിച്ചിക്കണ്? ആ കയ്യുമല കൊണ്ടുപോവാണോ? ഇതേതാ? അതേതാ ബൊബ്ബോലി? യക്ഷിനെ വളക്കാൻ വന്ന രണ്ട് പൊട്ടന്മാരാണ്. കത്തനാറ് കൊണ്ടുപോയി. നന്നായിട്ടുണ്ട് അലിൻ ജോസ് പെരേര. സൂപ്പർ. Congratulations, you're moving to the next level. Your next opponent is him. പൈസ കൊടുത്തിട്ടുണ്ടാവോ? ഓനക്ക് ഓന്റെ ശരീരത്തിനോട് ഒരു സ്നേഹമില്ല കേട്ടോ. ഒരു സ്നേഹമല്ല ഓന്റെ ശരീരത്തിനോട്. ഗേൾ ഫ്രണ്ടിനെ റിവീൽ ചെയ്യുന്നു. വള്ളി ഇടിയുണ്ടോ? ഇതേതാ? എന്താണ് വീഡിയോ? അനുസരണ കൂടുതലുള്ള യക്ഷിയാണ്. അതെ. എംബാപ്പെ after seeing Spain eliminated Portugal and ended his chance to face. Can I get your autograph? Sorry. Can I take a picture with you? മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് ഒന്നും പറയണില്ല. എന്താ നോക്ക, ഇത് ഇതല്ലേ പ്ലംസ് അല്ലേ ഇത്?
യൂസഫ് അലിക്ക ധരിച്ചിരിക്കുന്ന വാച്ച് റുഷാമിൽ എന്ന ബ്രാൻഡിന്റെ RM11 വൈറ്റ് ഗോസ്റ്റ് വാച്ച് ആണ്. പേര് പോലെ വൈറ്റ് സെറാമിക് കേസും ബസലുമാണ് ഈ വാച്ചിന്. ഇതൊരു ലിമിറ്റഡ് എഡിഷൻ വാച്ചാണ്. ലോകമെങ്ങും 30 വാച്ചുകൾ മാത്രമേ RM എന്ന ബ്രാൻഡ് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇതൊരു 50mm ഓട്ടോമാറ്റിക് മൂവ്മെന്റ് വാച്ചാണ്. സ്കെൽട്ടൺ ഡയൽ കാണാം, അവർ മിനിറ്റ്സ്, ക്രോണോഗ്രാഫ്, ഫ്ലൈ ബാക്ക്, ഡേറ്റ് എന്നീ ഫംഗ്ഷൻസ് ആണ് ഈ വാച്ചിന്. റബ്ബർ സ്ട്രാപ്പ് ആണ് ബ്രാൻഡ് ഈ വാച്ചിന് നൽകിയിരിക്കുന്നത്. RM011 വൈറ്റ് ഗോസ്റ്റ് വാച്ചിന്റെ വില എത്രയാണെന്നറിയാമോ? ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ് 5,36,67,000 രൂപ. ഇതുപോലുള്ള വീഡിയോസിന് ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അതിനൊക്കെ ഒരു റേഞ്ച് തന്നെ വേണം കേട്ടോ. 5 കോടിയുടെ വാച്ചൊക്കെ കച്ചുമ്മൽ കെട്ടി നടക്കാനേ അതിനൊരു റേഞ്ച് വേണം. ശരിയാ, ശരിയാന്നല്ല, റേഞ്ച് വേണം. ഐ ആം ബാക്ക്. പെനാൾഡോ TMM എന്താണ് ഇതെന്തൊക്കെ ഇപ്പം പറയുന്നത്? വാവേ ബാംഗ്ലൂർ പഠിപ്പെല്ലാം ഒഴിവാക്കി. ആടാ ബാംഗ്ലൂർ പഠിപ്പൊക്കെ ഒഴിവാക്കി നമ്മള്. ബാംഗ്ലൂർ നമുക്ക് എന്താ വെച്ചാല് നാട്ടിലല്ലേ നമ്മളെ പരിപാടികളൊക്കെ, പ്രൊമോഷൻസ് ആയാലും പരിപാടികളൊക്കെ നാട്ടിലാണ്. അപ്പൊ അവിടെ ഡെയിലി ക്ലാസ്സിന് പോകണം. ഡെയിലി ഇല്ലെങ്കിലും ഇടയ്ക്കെങ്കിലും പോകണം. എന്നെ കൊണ്ട് കൂട്ടിയാ കൂട്ടുന്നില്ല. ഞങ്ങൾ കുറച്ച് കോമാളികൾ പഠിക്കുന്ന സ്കൂളിൽ എല്ലാ പുതിയ കുട്ടികൾക്കും സ്വാഗതം. ഓക്കെ. അപ്പൊ നേരെ വാ കുനിഞ്ഞു പോ, അതാണ് നമ്മുടെ പോളിസി. ബൈക്കിൽ വരാൻ പറ്റില്ല, വേണമെങ്കിൽ കുതിരപ്പുറത്ത് വരാം, അല്ലെങ്കിൽ അപ്പുറത്തൊരു പുഴയുണ്ട്, പുഴ കൂടി നീന്തി വരാം. ഓക്കെ, കഞ്ചാവ് കള്ള് അത് രണ്ടും കൂടെ പറ്റൂല. ഇതിപ്പോ കളിക്കുന്ന ഒരു ട്രെൻഡാണ്. മറ്റേ സ്കൂൾ കുട്ടികളെ പിടിച്ചിട്ട് റാഗ് ചെയ്യുക. അതായത് +1 +2 പിടിച്ച് റാഗ് ചെയ്യുക. അല്ല, +2 +1 പിടിച്ച് റാഗ് ചെയ്യുക. എന്താ വെച്ചാല് ഈ റാഗിങ് ഒന്നും അത്ര നല്ലല്ലടാ. കാര്യം പറയാലോ, റാഗിങ് ഒന്നും അത്ര നല്ലല്ല. മക്കളെ പഠിക്കാൻ വന്നാ പഠിച്ചിട്ട് പോ. പിന്നെ പ്രണയം, വണ്ടി, ഇതൊക്കെ ഇവല് രസത്തിന്റെ പുറത്ത് ചെയ്യണം കേട്ടോ. ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ രസത്തിന്റെ പുറത്ത് ചെയ്യണാണ്. പക്ഷെ ചിലവര് ഇങ്ങനെ എന്താ മുട്ടായി കൊടുത്തിട്ട് രസത്തിന്റെ പുറത്ത് ചെയ്യണവരുണ്ട് കേട്ടോ. അല്ലാതെ റോങ് ആയിട്ട് ചെയ്യണ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ മോശമാണ്. രസത്തിന്റെ പുറത്താണെങ്കിൽ അതൊരു രസമാണ്, കുഴപ്പമൊന്നുമില്ല, നല്ലൊരു പരിപാടിയാണ്. പക്ഷെ ഈ വീഡിയോ അല്ലേ ചിലവർ ചെയ്യുമ്പോൾ നല്ല ക്രിഞ്ച് ആവില്ല. തിരുവനന്തപുരം ഗൈ ആസ് എ സ്പൈ ഇൻ പാകിസ്ഥാൻ. नाम क्या है आपका? हमसा अली मुजारी। किधर से आ रहे हैं? मैं कराची से। अच्छा, आज मेरा बर्थडे है, स्वीट्स खाओ. तल्ले बोली ഞാൻ ബോളി കുടിച്ചിട്ടുണ്ടാ, ബോളി തിന്നിക്കണ്. ബോളിയും പായസമാണ് അതിന്റെ കോമ്പിനേഷൻ. പക്ഷെ എന്താ വെച്ചാൽ എനിക്കന്ന് പായസം കിട്ടില്ല. എന്റെ ഹോസ്റ്റലിൽ പഠിച്ചിരുന്ന അഹമ്മദ് എന്ന് പറഞ്ഞൊരു ചങ്ങായിണ്ട്. ഓൻ തിരുവനന്തപുരക്കാരനാണ്. എനിക്ക് എന്താ വെച്ചാൽ ഈ തിരുവനന്തപുരമായിട്ട് വലിയ ബന്ധമില്ല കേട്ടോ. ഞാൻ അങ്ങോട്ടൊന്നും അധികം പോയിട്ടില്ല. ആ ഒരു ഭാഗത്തേക്ക് ഞാൻ കുറവാണ്. എപ്പോഴേലും അത് കൂടി ഇത് കൂടി ഇങ്ങനെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. കന്യാകുമാരിയൊക്കെ പോയപ്പോൾ ചിലപ്പോൾ പോയിണ്ടാവും. അല്ലാതെ എനിക്ക് അവിടെ തിരുവനന്തപുരമായിട്ടൊരു ബന്ധമൊന്നുമില്ല. അപ്പോൾ ഓന് എനിക്ക് കൊടുന്നു തന്നീന് ബോളി. നല്ല ടേസ്റ്റിലാണ്. ഇതെന്താ ഷമീറിന്റെ എന്താ ഇതെന്തിനാണ്? ഓസ്കാർസ് ബെസ്റ്റ് അച്ചീവ്മെന്റ് മീൻസ് എന്തിന് വേണം വിട്ടതിനോ? എന്താ സീക്രട്ട് ഏജന്റിന്റെ ഫസ്റ്റത്തെ കാണാല്ലേ? അപ്പി ടെസ്റ്റ് ചെയ്യുന്നതിന് പിന്നാലെ ഞാൻ പോയി എന്ന് പറഞ്ഞു. എന്റെ വാപ്പ കൊണ്ട് പണയം വെച്ച സ്വർണത്തിന് ആൾക്കൊന്നും പോയി പുറത്ത് പറഞ്ഞത് ആണോ? ആ സ്വർണം അച്ചു നോക്കിയിട്ടുള്ള ടെസ്റ്റിന്റെ റിസൾട്ട് ആണ് പുറത്ത് വിട്ടത്. കഞ്ചാവ് അടിച്ച് കിറുങ്ങി അതിലെ മൂത്രം അതിന്റെ തീട്ടം കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് വരെ തീട്ടം തീനി സ്വന്തം മൂത്രം തീട്ടം റിസൾട്ട് വരെ തിരുത്തി നാട്ടുകാരെ പറ്റിക്കാൻ നോക്കിയ എന്നിട്ടാണോ അവന്റെ ചെല. എടാ അതിന്റെ തീട്ടം കൊണ്ടുപോയി പരിശോധിച്ചോ, അതിന്റെ മൂത്രം കൊണ്ടുപോയി പരിശോധിച്ചോ, റിസൾട്ട്. സീക്രട്ട് ഏജന്റ് ചില ടൈമിൽ ഒരു വാറാവലുണ്ട്. പേപ്പർ തിരുത്തിയതാണ് ഞാൻ എന്ത് ചെയ്തത്, വന്ന് തന്നെ എക്സ്പോസ് ചെയ്ത് വിട്ടത്. സ്വയം പൊട്ടിയടിയാ അറിയുന്നു പറയുന്ന കേട്ടാ. ഞാൻ നേരത്തെ പറഞ്ഞ വാപ്പ കൊണ്ട് സ്വർണം പണയം വെച്ചെടുത്ത് വരച്ച് അതിന്റെ ടെസ്റ്റ് റിപ്പോർട്ടാണ് തന്നത് തോന്നുന്നുണ്ട്. ഉക്കുമണ്ണാണോ ഓരല്ലാതെ ഒന്നും പറയണില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്ലക്കാർഡും കട്ടൗട്ടും വെക്കുന്ന എല്ലാ ഫാൻസിനും അറിയാം ഏറി പോയാൽ ക്വാർട്ടർ വരെ എത്തുള്ളൂ. ഞാനും പോർച്ചുഗലിന്റെ ഫ്ലക്സിനായിട്ട് പൈസ കൊടുത്തിക്കണ്. ഞാൻ എന്നോട് ഫസ്റ്റ് ചോദിച്ചപ്പോ അങ്ങനെ എടുത്ത് കൊടുത്താണ്. പോർച്ചുഗലുകാർ എന്നോട് ഫസ്റ്റ് പൈസ ചോദിച്ചു. അപ്പൊ ഞാന് ഓർക്ക് കൊടുത്തു. അപ്പൊ അങ്ങനെ പോർച്ചുഗലായി. റൊണാൾഡോനെ ഇഷ്ടാട്ടോ. എനിക്കില്ലേ, എനിക്ക് മറ്റേ ഇങ്ങനത്തെ അല്ലേ
LGBT അങ്ങനത്തെ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും ഇഷ്ടമല്ലാത്തതെന്നല്ല, കാട്ടിക്കൂട്ട ഇങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ, നമുക്ക് കാണുമ്പോൾ ഒരുമാതിരി ഒരു ചടപ്പ് തോന്നുന്ന ഒരു സാധനം ഇതാണ് ട്ടോ. പിന്നെ വേറൊരു ചെക്കുണ്ട് ഇന്നെ ട്രോളി. അത് ചിലപ്പോൾ എന്നോട് ട്രോളിയോണ്ട് ചിലപ്പോൾ എനിക്ക് ചടപ്പ് തോന്നുന്നുണ്ടാവും. ബാക്കിയുള്ളവരോടൊന്നും എനിക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നലില്ല. ഇവള് സീനാ. ഓക്കെ. ഡിസ്കോഡ് പോവാ. നല്ല അടിപൊളിയായിട്ടുള്ള നോട്ടുണ്ട്. തൂറാൻ മുട്ടിയ നോട്ടം. നീ ഗണ്ണ് കണ്ടിട്ടുണ്ടോടാ? ഗണ്ണ് അതേടാ, ഈ ഒക്കടയിൽ ഇങ്ങനെ തേടി നടക്കുന്ന 1.5 ചാലിന്റെ പിസ്റ്റലല്ല, ഗണ്ണ്. നല്ല ഡബിൾ ബാരൽ ഗണ്ണ്. ആഴ്ചയിൽ എണ്ണയിട്ട് പുൾത്രു അടിപ്പിച്ച് അങ്ങ് ഭരണങ്ങാനത്തെ ആഹേൽ ബംഗ്ലാവിന്റെ ഭിത്തിയില് ആണി അടിച്ച് നിരത്തി തൂക്കിയിട്ടുണ്ടാ വക്കച്ചൻ. ഒരു 10-16 എണ്ണം ഡബിൾ ബാരൽ ഗണ്ണ്. സീന് ചങ്ങായി. നമ്മളെ നാട്ടില് ഇങ്ങനത്തെ ആൾക്കാരൊന്നും ഇല്ലടോ. ചില നാട്ടിലൊക്കെ ഉണ്ടാവും ഭയങ്കര വൈബുള്ള ആൾക്കാർക്ക്. ഇങ്ങനത്തെ ആൾക്കാർ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ശരിക്കും ഇങ്ങനത്തെ കുറച്ച് നമ്മളെ ചിരിപ്പിക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാർ വേണം. നമ്മളെ നാട്ടിൽ അങ്ങനെ ഒരു വ്യക്തികളില്ല. ഇനി ഉണ്ടെങ്കിലും അങ്ങനത്തെ ആൾക്കാർ പെരയിലേക്കാരം. നമ്മളോട് ഇങ്ങനെ എത്ര പ്രായ ആൾക്കാരൊന്നും കമ്പനിയില്ല. ഇതൊക്കെ എങ്ങനെ എടുപ്പിച്ചേക്കാരെന്നറിയോ? ഇങ്ങനെ നാട്ടിലെ ചെറുക്കന്മാരുണ്ടാവില്ല, ഓല് ഇങ്ങനെ മോട്ടറാക്കിയിട്ട് ടിവിയിൽ വരും, ന്യൂസിൽ വരും, ഇതൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഇടിപ്പിച്ചാവും. This is how to escape from a raging bull. If a bull starts charging at you, most people would start running away. But bulls can run faster than humans in a straight sprint. Instead, try to move to the side to get out of the bull's path. If it's still chasing you, try running in a zigzag pattern. If there's a solid object like a tree nearby, use it as a barrier between you and the bull. If it tosses you, try to stay as സ്പീഡ് സീനല്ലേ? സ്പീഡിന്റെ ഒക്കെ ഒരു ഇത് മാറിയതുണ്ടല്ലേ. ഇപ്പൊ എത്ര ബോഡി ഗാർഡൊക്കെ അറിയോ എനിക്ക് ഓരോ സ്ഥലത്ത് പോകുമ്പോ. ഭയങ്കര അടിപൊളി ലൈഫ്. നമസ്കാരം. നമ്മൾ ഇന്ന് പുതിയൊരു മിമിക്രി ആയിട്ട് വന്നിരിക്കുകയാണ്. എല്ലാവർക്കും ഇത് റസലല്ലേ? ഓനുദയമാതിരി അറിയാവുന്ന ഒരാളാണ് സായി പൂപ്പി. അപ്പൊ അദ്ദേഹത്തിന്റെ BGMI കളിക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പൊ BGMI കളിക്കുന്നവർക്ക് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പൊ സായി പൂപ്പിയുടെ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു, അതായത് ലുലുമാളി ചെന്ന് BGMI ചലഞ്ച് ചെയ്യുന്നത്. അപ്പൊ ചലഞ്ചിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അലൻ ജോസ് പെരേരയാണ്. അപ്പൊ ആ സംഭവം എങ്ങനെ ആയിരിക്കും എന്ന് നമുക്കൊന്ന് കണ്ടതാണ്. അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് BGMI ചലഞ്ചിന് വന്നിരിക്കുകയാണ്. അപ്പം തിരുവനന്തപുരം ലുലുമാളി വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ കുറെ പേര് നോക്കി BGMI കളിക്കുന്നുണ്ടോ, BGMI കളിക്കുന്നുണ്ടോ കുറെ പേര് ചോദിക്കണ്ടായി. അപ്പൊ നമ്മളെ അലൻ ജോസ് പെരേര ഉണ്ട്. അലൻ ജോസ് പെരേര നിങ്ങൾ BGMI കളിക്കാറുണ്ടോ? ഞാൻ BGMI കളിക്കാറുണ്ട്. ഒരുപാട് സന്തോഷം. കാരണം വരുന്നില്ലല്ലോ എന്ന് നോക്കിയിരിക്കുകയാണ്. അതാ ഞാൻ നിന്നോട് ഒരു കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ. BGMIയിലെ TDM കളിക്കണം. ഈ കഴിഞ്ഞ ഒഡീസിലെ റീകോണുമായിട്ടാണ് BGMI കളിക്കുന്നത്. BGMI കളിക്കാൻ ഞാൻ ഇവിടെ വന്നിരുന്നത്. ഈ വട്ടം പക്കൂസായിട്ടാണ് TDM കളി. നിനക്ക് സമ്മതമാണോ അല്ലേ? എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ഇന്നലെയാണ് BGMI കളഞ്ഞിട്ട് പിന്നെ എടുത്ത് കഴിഞ്ഞിട്ട് 2 മാച്ച് കളിച്ചത്. ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ല, നിന്നോട് BGMI കളിക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. അപ്പൊ എന്താണ് നിനക്ക് പറയാനുള്ളത്? ഞാൻ BGMI സീനാട്ടോ. കറക്റ്റ് ഇത് കിട്ടിക്കണ് രണ്ടാളി. ഇത് ഗൈസ് എല്ലാരും ചെക്കന് വേണ്ടിട്ട് ഒരു W എല്ലാരും കമന്റിൽ സ്പാം ചെയ്യേ. എടാ ഇത് എങ്ങനെ ഇടാൻ പറ്റില്ലല്ലേ? തൊപ്പിയൊക്കെ കാട്ടലില്ലേ ഇവിടെ ഒരു സാധനത്തുമ്മേ അടിപൊളി പറഞ്ഞിട്ട് W പറഞ്ഞിട്ടില്ലേ? റിക്വസ്റ്റ് ആണ്. എന്നെ കാണാൻ വല്ല വഴിയുണ്ടോ? ചെറുതായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുക്ക്. अबीर के लिए केचप साइड डिश नहीं बल्कि हर मील का मेन कैरेक्टर है। बिना केचप के तो जैसे गले से खाना उतरता ही नहीं। ശരിക്കും ഞങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നമ്മളെ ഈ ബ്രെഡും ബണ്ണും ബട്ടറും ഇല്ലേ, അല്ലെങ്കിൽ കറിയും ചപ്പാത്തിയും കൂട്ടിക്കോളി. നമ്മൾ ശരിക്കും കറിയാണോ തിന്നണേ ചപ്പാത്തിയാണോ തിന്നണേ? എൻ്റെ അഭിപ്രായം എന്താ? നിങ്ങളെ അഭിപ്രായം എന്താ? കറിയാണോ നമ്മൾ തിന്നണേ ചപ്പാത്തിയാണോ തിന്നണേ? നിങ്ങൾ പറ. അതായത് മെയിൻ ആരാണ് അതില്? കറിയാണോ മെയിൻ, ചപ്പാത്തിയാണോ മെയിൻ? ചപ്പാത്തിയാ? അല്ല, എൻ്റെ അഭിപ്രായം പറയാം. നിങ്ങളെ അഭിപ്രായം പറയും. ചപ്പാത്തിയാണോ മെയിൻ, കറിയാണോ മെയിൻ? പറയും. ചപ്പാത്തിയാണോ മെയിൻ, കറിയാണോ മെയിൻ? ഇതെന്താ കുറെ ലാഗായിട്ട് വരുന്നേ? ടൈം പിടിക്കുന്നു തോന്നുന്നു അല്ലേ? ചപ്പാത്തിയാണോ
മെയിന് അതോ കറിയാണോ മെയിന്? ഞാൻ പറയട്ടെ. കാരണം എന്താ ചപ്പാത്തി അല്ല ചപ്പാത്തി അല്ല കറി. കാരണം എന്താന്നറിയോ? നമ്മള് കറിയാണ് തിന്നണത്. ഏഹ്? ചപ്പാത്തി അയില് മുക്കീട്ട് കറി തോണ്ടീട്ടാ തിന്നണത്. ബട്ടർ ആയിക്കോട്ടെ. ബട്ടർ തിന്നാൻ വേണ്ടീട്ട് നമ്മള് ബണ്ണെടുക്കണ്. മനസ്സിലായോ? അങ്ങനല്ലേ? ചപ്പാത്തിയാ? നോ. കറി ബ്രോ. അങ്ങനെയാണ് എനിക്ക് കിട്ടിയൊരറിവ്. നിങ്ങളെ मुझे केचप से प्रॉब्लम कभी नहीं थी। प्रॉब्लम ये थी कि जब रोज बच्चे इतना केचप खा रहे होते हैं तो एज अ मॉम नेचुरली आप जानना चाहते हो कि इसमें जाता क्या है। रिफाइंड शुगर, प्रिजर्वेटिव्स और आर्टिफिशियल നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇംഗ്ലീഷ് ഇട്ടിട്ട്. ആരാടാ മറഡോണയാണ് ലോകത്തെ ഏറ്റവും വലിയ വോളിബോൾ പ്ലെയർ എന്ന് പറഞ്ഞത്? ഞങ്ങളെ മെസ്സി വോളിബോളിൽ ഒന്നാമൻ തന്നെ. അത് അർജന്റീനക്കാരെ ഒരു ജീനിൽ കിട്ടിയൊരു സംഭവമാണ് കൈകൊണ്ട് ഗോൾഡല്. ഇതൊക്കെ എന്താണെന്നറിയാം എവിടെയെങ്കിലും ഇങ്ങനെ ക്യാമറ ഇങ്ങനെ വെക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത് ക്യാമറ ഉണ്ട് എന്ന് അറിഞ്ഞങ്ങാണ്ട് കാട്ടണം. അല്ലാതെ ഒരിക്കലും നാച്ചുറൽ ആയിട്ട് ഇങ്ങനെ കാട്ടാൻ കഴിയില്ല. ഇത്ര അടിപൊളിയായിട്ട് കാട്ടാൻ കഴിയില്ല. ഒന്നുകൂടി കാണാം. ഇതിനെ കണ്ടിട്ട് ഇതൊക്കെ ഓർക്ക് ശരിക്ക് ഇങ്ങനെ ഒരു ഇത് ഉണ്ടാക്കാല്ലേ? അടിപൊളിയായി. ചൈനക്കാർ ലെജൻസ് ആണ്. എന്താണ് when mom fills chili powder in a boost bottle. ഇല്ല എന്റെ അമ്മ ബൂസ്റ്റ് ബോട്ടിലൊന്നും ഇട്ടേക്കൂല. എന്റെ അമ്മ മറ്റേ പാത്രങ്ങൾ വാങ്ങിണ്ടാവും. ഓ ഇത് എനിക്കും ഉണ്ടായിക്കണ്. എനിക്ക് ഇവിടുന്ന് തന്നെ എത്ര വട്ടം ഉണ്ടായിക്കണെന്ന് അറിയോ? മുകളില് അടിയത്തെ മുകളത്തെയും പൈപ്പ് ഒന്നാണ്. ഒന്നല്ല ഒരു ഇതിൽ തന്നെ 2 പൈപ്പുള്ളതാണ്. അത് അറിയാതെ തിരിച്ചു തലയിൽ കൂടിയാണ് ചാടി കൊമ്പൻ. മലപ്പുറം മൂത്തേടം ചോളമുണ്ടയിൽ സ്ഥിരമായി ജനവാസ മേഖലയിൽ ഇറങ്ങിയിരുന്ന കാട്ടാന കസേരക്കൊമ്പൻ കുഴിയിൽ വീണ് ചരിഞ്ഞ നിലയിൽ കുഴിയിലാണ് ആന വീണത്. പാവട ഇക്കന്നെ ഒന്ന് ഇതായി പോയി. ചിരിക്കുമ്പോ അല്ല വീഴുമ്പോ ചിരിക്കാൻ പാടില്ല. നമ്മളുടെ എല്ലാവരുടെ ഫാമിലീസിലോ ഫ്രണ്ട്സിലോ ഉണ്ടാവും ഒരു മെയിൻ ചെങ്ങായി കാർന്നൂർ കളിക്കുന്നത്. ആവശ്യമുള്ളടത്തും ആവശ്യമില്ലാത്തവർക്കൊക്കെ വല്ലാണ്ട് ഉപദേശം വന്ന് വാരി വതർന്ന മനുഷ്യനേക്കാരം. എനിക്ക് അവരോടാ പറയുള്ളത്, ഉപദേശം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വന്ന് ചോദിക്കും. നിങ്ങൾ വെറുതെ വന്നിട്ട് നിങ്ങൾ ഉപദേശിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഉപദേശിക്കുന്നതിന് മുന്നേ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ നന്നാവുക. നിങ്ങൾ നന്നായിട്ട് വേണം ബാക്കിയുള്ളവർ ഉപദേശിക്കാൻ. മനസ്സിലായ? ഇത് അവര് പറയാത്ത എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ റെസ്പെക്ട് കൊണ്ടായിരിക്കും, ചിലപ്പോൾ അവരുടെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കും. പക്ഷെ ഞാൻ പറയാം, നിങ്ങൾ ആദ്യം നന്നായിട്ട് വേണം ബാക്കിയുള്ളവരെ ഉപദേശിക്കാൻ. പിന്നെ ആവശ്യമില്ലാത്തതൊന്നും കയറിയിട്ട് ഉപദേശിക്കാൻ നിൽക്കരുത്. അത് അടി കിട്ടും. ശരിയാ, ഉപദേശിക്കണ കുറെ അതെന്താന്ന് അറിയാം, ഓല കാര്യം പെർഫെക്റ്റ് ആക്കാതെ കാര്യം നമ്മളെ ഉപദേശിക്കാൻ വരാം. അങ്ങനത്തെ ചില ജന്തുക്കളുണ്ട്. വാവേ കറി ഇല്ലാതെയും ചപ്പാത്തി തിന്നാലോല്ലേ? തിന്നൂലേ? അതെന്താന്ന് അറിയോ? കറി ഉണ്ടാക്കാനുള്ള മടി കൊണ്ടാണ്. ശരിക്കും അങ്ങനെയല്ലടാ, ശരിക്കും കറിയാണ് മെയിൻ. കറിക്കാണ് കുറെ പണി. ചോറായ അടുപ്പത്ത് തീമട്ടായി ഇത് ഇട്ടാൽ മതി, അത് ആയിക്കോളും. ചപ്പാത്തി ആയ ചപ്പാത്തി പരത്തിട്ട് ആയിക്കിട്ടാ. ഇതിലെന്തൊക്കെയാണ്? ഉള്ളി അരിയണം, എണ്ണ പാരണം, ഉപ്പിടണം. ഇത്ര റിസ്ക് എടുത്ത് ഉണ്ടാക്കണ്ട വെച്ചിട്ട് ചപ്പാത്തി മാത്രം തിന്നണ. ശരിക്ക് കറിയാണ് മെയിൻ. അതിലാണ് ഫുള്ള് മറ്റേതൊക്കെ ഉള്ളത്. എന്താണുള്ളത്? വൈറ്റമിൻസും ന്യൂട്രിയൻസ് ഒക്കെ ഉള്ളത്. അതെ, കറികള്. സൂപ്പർ വാവ ഒരു 100 റുപ്പീസ്. ഇപ്പൊ എന്നും 100 റുപ്യ എടുത്ത് ടർഫ് പോവാൻ നിൽക്കും. ഇപ്പൊ എന്നും ലൈവിൽ വരും 100 റുപ്യ വരും ടർഫ് പോവാനാണ്. എന്തായാലും നീ മാൾഡിനി ചേച്ചി ഫസ്റ്റ് എന്താ പറയാ, എന്തോ ഒരു മണ്ടത്തരത്തിലാണ് പറഞ്ഞതാണ്. പിന്നെ സംഭവം വൈറലായപ്പോ പിന്നെ ഇപ്പോ അങ്ങനെ ആയി. അതെന്തോ ഓരോ ഇഷ്ടമാണ്. നല്ലതാണ്, രസമാണ് കേൾക്കാൻ നല്ല രസാ. ചേച്ചി ഫാൻ. ഇത് ഫെൽറ്റിംഗ് ആണോ? എന്ത് ഫെൽറ്റിംഗ് അത് കൂട്ടുകാരുടെ മുമ്പിൽ? ഇതാണ് എന്ത് ഫെൽറ്റിങ്ങോ? ഇത് ഫെൽറ്റിംഗ് ആണോ? എന്ത് ഫെൽറ്റിംഗ് അത് കൂട്ടുകാരുടെ മുമ്പിൽ? ഇതാണ് ഫെൽറ്റിംഗ്.
എനിക്ക് മനസ്സിലാവില്ല. ഇതൊന്നുമല്ല എന്ത് വെള്ളിയാ അത് കൂട്ടുകാരാൻ പോയില്ല. ഇതാണ് വെള്ളി. ജാസി അന്നേക്കാളും വിവര വിദ്യാഭ്യാസം ഉണ്ട് ട്ടോ എനിക്ക്. എനിക്ക് ഇംഗ്ലീഷ് പറയാൻ വയ്ക്കൂല അതാക്കാലോ എന്നുള്ളൂ. പക്ഷെ ഫ്ലേട്ടിങ് എന്താന്നൊക്കെ നമുക്കറിയാം. എനിക്ക് ഇതിനെ അറിയില്ലടാ. റൊണാൾഡോ ഓ റൊണാൾഡോന്റെ അടിയല്ല ഈ ഇങ്ങനെ ലോങ് റേഞ്ച് അടി വരുമ്പോ കറക്റ്റ് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തിട്ട് ആ കടക്കുമ്പോ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. അത് ഗോൾ കീപ്പർമാർക്കേ മനസ്സിലാവുള്ളൂ. ഈ അടിന്റെ ഒന്നും അല്ല. ആ കറക്റ്റ് ചില ടൈമിൽ പന്ത് വന്നങ്ങനെ ലോക്കായിട്ട് കടക്കുമ്പോ ബോൾ സേഫ് ആയല്ലോ, ഒരു അടി നല്ല സേവ് ചെയ്തല്ലോ, അപ്പൊ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. അതാരും കാണാതെ പോകണ്ട. അപ്പോഴും റൊണാൾഡോനെ ഡബിൾ ഇതാക്കും. പക്ഷെ കീപ്പർമാരെ കാണാതെ പോകുന്നുണ്ട്. ആ ഒരു ഫീല് വേറെ തന്നെ ഫീലാ. ആ കീപ്പർമാർക്ക് മനസ്സിലാവും. നിങ്ങൾ നോക്കിക്കാണി ആ അടി കറക്റ്റ് ആ സ്കൂപ്പ് ചെയ്ത് കറക്റ്റ് ആ ടെക്നിക്കൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുമ്പോണ്ടല്ലോ മനസ്സിക്കൊരു പക്ഷെ അതിനൊരു ട്രോമ ഉണ്ട് ട്ടോ. ഈ കയ്യിന്നെങ്ങാനും പോയി നടയക്കൂടി പോയി കഴിഞ്ഞാൽ അയിക്കും വലിയ ഇടങ്ങേറുണ്ടാവില്ല. അന്നത്തെ ദിവസം പോവും. നടയക്കൂടി എങ്ങാനും ഗോൾ വീണ. എന്നാൽ വേറൊരു സംഭവം ഉണ്ട്. ഈ നടയക്കൂടി വരുന്ന ബോളാണ് ഏറ്റവും ഡേഞ്ചർ, ഏറ്റവും റിസ്ക്. പക്ഷെ ആൾക്കാർ അതാ നടയക്കൂടി വിട്ട ഗോൾ കീപ്പറാന്ന് പറയും. പക്ഷെ നടയക്കൂടി വരുന്ന ബോളാണ് ഏറ്റവും റിസ്ക്. നമ്മൾ വിചാരിക്കും ചാടി തട്ടാനാ പണി എന്നൊക്കെ. ചാടി തട്ടാനും നല്ല പണി. സിമ്പിൾ ചില ബോളുകളുണ്ടോ ഒക്കെ നല്ല പണിയാ എനിക്ക് കിട്ടും. ചങ്ങായേ പണ്ട് സീനായിരുന്നു മുഖത്തെ. പണ്ടൊരു ചങ്ങായി ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് എടാ വയസ്സില്ലടാ. ഇത്ര പ്രായത്തിൽ ഇമ്മാതിരി കളി കളിക്കണില്ലേ? ഈ കളിയാക്കണവരൊക്കെ എന്തിനു വയ്ക്കും? ഈ പ്രായത്തിലൊക്കെ നമുക്ക് തൂറാൻ പോലും ഇരിക്കാൻ വയ്ക്കൂല. റൊണാൾഡോ സീനാടാ, ഡെഡിക്കേറ്റഡ് മനുഷ്യനാണ്. ജപ്പാൻ ടു നോക്ക് ഔട്ട് ബ്രസീൽ, നെതർലാൻഡ് ടു വിൻ, പോർച്ചുഗൽ ടു റീച്ച് ദ ഫൈനൽ. ലോഡിംഗ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ട്. നെതന്യാഹുവിന് കൈ കൊടുക്കൂല എന്ന് പറഞ്ഞ, പെപ്സി കുടിക്കാൻ പരസ്യമായി മൈതാനത്ത് വെച്ച് വിസമ്മതിച്ച, പലസ്തീനികൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആ ചെറുപ്പക്കാരനുണ്ടല്ലോ, അവന്റെ കോച്ച് പോലും കഴിഞ്ഞ ലോകകപ്പിൽ നേരെ പകുതിക്ക് ശേഷമാണ് അവനെ ഇറക്കിയത്. അവർ കൂടുതൽ ഗോളടിച്ച് ടോപ്പ് സ്കോറർ ആകരുതെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ആ കോച്ചിന് രാജിവെക്കേണ്ടി വന്ന് ജനകീയ രോഷം കൊണ്ട്. 660 മില്യൺ ആളുകൾ വ്യൂവേഴ്സ് ഉള്ള ആളാണ്. ജനരോഷം കൊണ്ട് പക്ഷെ അയാളെ ടീമിൽ നിന്ന് മാറ്റാൻ പറ്റാതെ വന്നപ്പോ ഇത്തവണ കൂട്ടുകളിക്കാർ അദ്ദേഹത്തിന് പന്ത് കൊടുക്കുന്നില്ല. ഒരു 3 സെക്കൻഡ് ഒരേ സമയം അയാളുടെ കാലുകളിൽ പന്ത് കാണുന്നുണ്ടോ എന്നാണ് ഇപ്പോഴത്തെ ചർച്ച. കാരണം എന്താ? സാമ്രാജ്യത്വത്തിന്റെ ഏജന്റ് ആകാൻ വിസമ്മതിക്കുന്ന ഒരാളെ കളിക്കളത്തിൽ നശിപ്പിക്കുക. പണ്ട് നിങ്ങൾ കണ്ടില്ലേ സൈനുദ്ദീൻ ഷെയ്ദാൻ എന്ന് പറയുന്ന ഒരു നശിപ്പിച്ച മാതിരി കളിക്കാരൻ ഫ്രാൻസിന്റെ 2 ഗോളുകളും സ്വന്തം നിലയ്ക്ക് അടിച്ച് ഫ്രാൻസിനെ ലോകകപ്പ് ജയിപ്പിച്ച ചെറുപ്പക്കാരൻ രണ്ടാമത്തെ ഫൈനലിൽ വീണ്ടും ഫ്രാൻസിനെ ജയിപ്പിക്കാൻ സമയമായപ്പോൾ ഇറ്റലിയിലെ ഫ്രാങ്കോ മട്ടറാസി എന്ന് പറയുന്ന ഒരുത്തം പുറകെ നടന്നുകൊണ്ട് അയാളെ ചീത്ത വിളിച്ചിട്ട് അയാളുടെ പ്രകോപനത്തെ ഉത്തേജിപ്പിച്ചിട്ട് തലകൊണ്ട് അയാളെ കുത്തി താഴെ ഇട്ടിട്ട് അയാൾ കളിക്കളത്തിൽ നിന്ന് ഫൈനലിൽ ഇറങ്ങി പോകുന്നു എന്ന് പറഞ്ഞാൽ സാമ്രാജ്യത്വ വിരുദ്ധനാണെങ്കിൽ, ഇസ്രയേലിന്റെ വക്താവല്ലെങ്കിൽ അവനെ പൊറുപ്പിക്കില്ല കളിക്കളത്തിൽ പോലും എന്ന് പറയുന്ന വ്യവസ്ഥിതിയാണ് ലോകകപ്പ് നിയന്ത്രിക്കുന്നത്. പെണ്ണും കള്ളും തിമിർത്താടുന്ന അതിന്റെ പുറകെ നമ്മുടെ മക്കൾ ലോകകപ്പിന്റെ ഈ ലഹരിയില. ഈ ഓപ്പറേഷൻ തൂഫാനൊക്കെ വാസ്തവത്തിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. തൂഫാൻ ഇങ്ങോട്ടോടെ നീണ്ടു പറഞ്ഞ നമ്മുടെ മക്കള് ഈ കളിയുടെയും മൊല്ലാക്ക കളി കാണുന്നുണ്ട് കേട്ടോ. വെറുതെ എന്തേലും പറയല്ല, മൊല്ലാക്ക കളി കാണുന്നുണ്ട്. മനസ്സിലായോ? അല്ലാതെ വെറുതെ അയലമ്പ് കിടക്കണ ജേഴ്സി ഇട്ട് കണ്ട് തുള്ളി പോവല്ല. മൊല്ലാക്ക കളി കാണുന്നുണ്ട്. അതെ എനിക്കും എന്താ അതായത് ഫിഫയിലൊക്കെ ചിലപ്പോ ഈ ഇല്ലുമിനാറ്റികളെ കുറെ കളികളൊക്കെ ഉണ്ടാവും കേട്ടോ. ഓല കുറെ പരിപാടി ഉണ്ടാവുന്ന എന്റെ ഒരു ഇത്. കാരണം ഇതൊക്കെ നിയന്ത്രിക്കണ ഒരു കൂട്ടം ആൾക്കാരുണ്ട് എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. എനിക്കറിയില്ല, എനിക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. അവിടെ ഞാൻ ഒന്നും പറയണില്ല. ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് കൂടി വിട്ടാളി. നമുക്ക് എത്ര വരെ പറഞ്ഞു? 9:30 ആയോ? 9:45 ആയോ? 50 ഓക്കെ. ഒരു 5 മിനിറ്റ് കൂടി ഡിസ്കോഡ് റിയാക്ട് ചെയ്യാം. ഇന്ന് കണ്ട ഏറ്റവും വലിയ പിന്നെ ഇന്ന് ബ്രസീലിന്റെ കളിയാത്ര ഹാഫ് ടൈം ആകുമ്പോ കളിയാണ് കൂടോ. ഒരു മദ്രസ്ക്ക് പോയിരുന്നില്ല. അപ്പൊ ഞാൻ ഉസ്താദിനോട് പറയാ ഹാഫ് ടൈം ആകുമ്പോ കൂടോന്ന് ചോദിച്ചോക്കാന്ന് പറഞ്ഞാണ്ട് വിടുകയാണ്. അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ? വിടാൻ പറ്റുമോ?
സദർ ഉസ്താദിനോട് ചോദിച്ചു നോക്കട്ടെ, മൂപ്പര് അർജന്റീനയാണ്. ഇതിലേ ഉസ്താദിന്റെ വോയിസാ കോമഡി. ഇത് നമ്മൾ ഒരു വട്ടം കുറേ വട്ടം ഇത് കളിച്ച സാധനമാണ്. അപ്പൊ അതുകൊണ്ട് ചിരി വരാത്തട്ടോ. ശരിക്കും നല്ല ചിരിക്കാനുള്ള സാധനം. ഫസ്റ്റ് കാണുമ്പോൾ നല്ല ചിരി വരും. കുറച്ച് മോൾക്ക് പോയേക്കാം. ആരെങ്കിലും എനിക്ക് പൊറാട്ട ഇറച്ചി വാങ്ങി തരുമോ പ്ലീസ്? ആരെങ്കിലും എനിക്ക് പൊറാട്ട ഇറച്ചി വാങ്ങി തരുമോ? അയ്യോ വിശക്കുന്നു. ജാൻമണി ഇതിനൊന്നും എടുത്ത് കൊണ്ടോ? ഗുഡ് മോർണിംഗ്. ചങ്ങായി ഞാൻ പണ്ട് യൂസ് ചെയ്തിരുന്ന ഈ മസിൽ ബ്ലേസിന്റെ ഇതാട്ടോ തുടക്കത്തില്. മസിൽ ബ്ലേസിന്റെ പ്രോട്ടീൻ പൗഡർ. കാരണം എന്താ വെച്ചാൽ അന്നത്തെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാധനം മസിൽ ബ്ലേസ് ആയിരുന്നു. പിന്നെ വലിയ കുഴപ്പമില്ല എന്ന് പറയണേക്കാനും. ഇപ്പൊ അതിനൊക്കെ റേറ്റ് കൂടിക്കുന്നുണ്ട്. അപ്പൊ അന്നൊക്കെ 1500 എത്ര 1 കിലോനെ കിട്ടിയെന്നു. കാട്ടില് ആനയുണ്ട്, മയിലുണ്ട്, കടുവയുണ്ട്. പക്ഷെ കാട്ടിലെ രാജാവ് ആരാന്നറിയോ? ക്രിസ്ത്യാനോ റൊണാൾഡോ. അലിജോസ് ഇതില് ശരിക്കും അലിജോസിന്റെ വീഡിയോ ഉണ്ടായിരുന്നു. കിടിലനായിരുന്നു. അസ്സലാമു അലൈക്കും. പിന്നെ ഇന്ന് ബ്രസീലിന്റെ കളിയത്രങ്ങൾ ഹാഫ് ടൈം ആകുമ്പോൾ കളിയാണോ? കേട്ടല്ലേ? ഞാനും ചോട്ടിയിട്ടുണ്ട്. ഈ കുതിരക്കാട്ടം അല്ലെങ്കിൽ പശുവിന്റെ ചാണകം മെയിനായിട്ട് ഈ കളിക്കുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. കളിക്കുമ്പോൾ പാടത്തൊക്കെ അവിടെ ഫുള്ള് ചാണകക്കാരം. നമ്മളിങ്ങനെ നിൽക്കുമ്പോഴൊക്കെ അതിലൊക്കെ പോയി ചവിട്ടു. ബൂട്ടുമ്പോഴൊക്കെ ആകെ ചാണകക്കാരം. 50 അടങ്ങി ഇതെന്താ കൊറേ എണ്ണം തരാ. എന്തേ ഒരു സർപ്രൈസ് ഉണ്ട്. ഞാൻ പക്ഷെ പറയൂല. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. കൊറേ ആൾക്കാര് കമന്റ് ബോക്സിലൊക്കെ ഉണ്ട്, എവിടുന്നാ റെന്റ്? ഒന്നുമില്ല, എന്നെ കൊണ്ട് പറ്റൂടാ. ഒരു ചെക്കനെ നട്ട പാതിരക്ക് രാത്രി ബൈക്കിൽ കയറ്റിയിട്ട് എന്റെ വീട് എത്രയിലും മുമ്പ് പകുതി സ്ഥലത്ത് തന്നെ ഇറക്കി വിട്ടിരുന്നു. ആഹാ, ഞാൻ കാണിച്ചു കൊടുക്കും അവനക്ക്. ഞാൻ ജോത്സ്യന്റെ അടുത്ത് പോകുന്നുണ്ട്. അവനക്ക് കൂടത്തിനാന്ന് ചെയ്യും. എന്നോട് അവന്റെ കളി. ജോ എന്റെ കൊലമ കയറി പിടിച്ചിട്ടുണ്ടാവും, അതാണ്.